എല്ലാവരും സങ്കടത്തോടെയും വേദനയോടെയൊക്കെ ആണല്ലേ ഹോസ്പിറ്റലിൽ പോകാറ്. നമുക്കിന്നൊന്ന് സന്തോഷമായിട്ട് ഹോസ്പിറ്റലിൽ പോയി വരാം അല്ലേ. നാളെയാണ് കേട്ടോ ദിവ്യേൻ്റെ ഡെലിവറി ഡേറ്റ്. അപ്പം നമ്മൾ ഇന്ന് രാത്രി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി പോയതാണ്. അപ്പോൾ നമ്മൾ റൂമിലേക്ക് എത്തിയിട്ടുള്ള വിഷ്വൽസാണ് നിങ്ങളിപ്പോൾ കണ്ടത്. നമ്മളുള്ളത് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലാണ്. അപ്പോൾ 10 മണിയായപ്പം നമ്മളോട് ലേബർ റൂമിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദിവ്യയും കൂട്ടി നമ്മൾ ലേബർ റൂമിലേക്ക് പോയിട്ടുണ്ട്. എല്ലാവരും സീറ്റിലിരുന്നുണ്ടെങ്കിലും പാറുവിന് സീറ്റിലിരിക്കാൻ പറ്റിയില്ല. കാരണം പാറു ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം പാറുവാണല്ലോ ചേച്ചി പെണ്ണാവാൻ പോകുന്നത്. അപ്പോൾ ദിവ്യനോട് പുറത്തൂടി ഒന്ന് നടക്കാനൊക്കെ പറഞ്ഞു. അപ്പോൾ അവളുടെ കൂടെ നടക്കാനാണെന്ന് പറഞ്ഞിട്ട് ഓടിക്കളിക്കുന്ന പണിയാണ്. പ്രത്യേകിച്ച് സ്കൂളിൽ പോയി വന്നതാണ്, ഹോംവർക്ക് ചെയ്യേണ്ട, നാളെ പോകേണ്ട, ആ സന്തോഷത്തിലാണ് ഈ ഓട്ടം മുഴുവൻ. ഇടയ്ക്കിടയ്ക്ക് സ്നാക്സ് കഴിക്കുക, ഓടിക്കളിക്കുക, സ്നാക്സ് കഴിക്കുക, ഓടിക്കളിക്കുക, ഇത് തന്നെയായിരുന്നു പാറുവിൻ്റെ പരിപാടി. എൻ്റെ ഡെലിവറിയും ബേബിയും തന്നെയായിരുന്നു. പാറുവിനെ എനിക്ക് കിട്ടിയത് ഈ ബേബിയും തന്നെയാണ്. ഇതേ ലേബർ റൂമിൽ തന്നെയാണ്. ഇത് ഈ ഡോക്ടറാണ്, ഇത് നഴ്സുമാരാണ്. പക്ഷെ ഒരു വ്യത്യാസം എന്താ ഉണ്ടായതെന്ന് വെച്ചാൽ നമുക്ക് റൂം കിട്ടാൻ ഒരുപാട് വൈകിപ്പോയി. 10:40 ആയി നമുക്ക് റൂം കിട്ടി. നമ്മൾ റൂമിലേക്ക് എത്തുമ്പോൾ 3 മണിക്കാണ് നമുക്ക് അഡ്മിറ്റ് ചെയ്യുന്ന ടൈം വന്നത്. അതുമുതൽ ഇതുവരെ നമ്മൾ വെയിറ്റിംഗ് തന്നെയായിരുന്നു. കുഞ്ഞുവാവയുടെ ജെൻഡർ അറിയാൻ എല്ലാവർക്കും ഒരു കൗതുകമായിരിക്കും. അപ്പം നമുക്ക് എല്ലാവരോടും ഒന്ന് ചോദിച്ചു നോക്കാം. പറയ്, എന്ത് കിട്ടിയാ? പെൺകുട്ടി. എന്ത് കിട്ടിയാ? എന്ത് കിട്ടിയാ? പെൺകുട്ടി തന്നെ ആയിക്കോട്ടെ. എന്ത് കുട്ടിയാ? ഏത് കുട്ടിയാലും പെട്ടെന്ന് വന്നാൽ. അപ്പോൾ ഇതിൽ ഭൂരിഭാഗം ആൾക്കാരുടെ അഭിപ്രായം പെൺകുട്ടിയായിരിക്കും എന്നാണ്. പക്ഷേ എൻ്റെ അഭിപ്രായം ആൺകുട്ടിയാണെന്നാണ് കേട്ടോ. ഇവിടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മേൻ്റെ അഭിപ്രായം ആൺകുട്ടിയാണെന്നാണ്. പാറുവിനോട് അഭിപ്രായം ചോദിച്ചപ്പോൾ പാറു ഇപ്പോൾ പറയാൻ വലിയ താല്പര്യമൊന്നും കാണിച്ചില്ല. നാളെ രാവിലെ എക്സ്ക്ലൂസീവായിട്ട് പറയാമെന്നാണ് പാറു പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏത് ബേബിയാണെന്ന് നാളെ കാണാം.